പശ്ചിമേഷ്യൻ സംഘർഷം അതീവ രൂക്ഷമായതോടുകൂടി തന്നെ ഓഹരി വിപണിയിലും ചരക്ക് കയറ്റുമതി മേഖലയെയും ഇത് സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വാഹന കയറ്റുമതിയിൽ ഇപ്പോൾ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏഷ്യൻ വാഹന നിർമ്മാതാക്കളുടെ പ്രധാന വിപണിയായ ഈ മേഖലയിലേക്കുള്ള ചൈനീസ്, ഇന്ത്യൻ, ജാപ്പനീസ്, ദക്ഷിണ കൊറിയൻ കാറുകളുടെ നീക്കം ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സം കാരണം നിലച്ചിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹ്യുണ്ടായി മോട്ടോഴ്സ് ആണ് ഈ സാഹചര്യം ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെ ഉയർത്തുന്നത്. 2025 ഇന്ത്യയിൽ നിന്നുള്ള ഹ്യുണ്ടായിയുടെ ആകെ കയറ്റുമതിയുടെ പകുതി പോലും ഗൾഫ് മേഖലയിലേക്കായിരുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും വലിയൊരു വസ്തുതാപരമായ കാര്യം. അതേപോലെ തന്നെ ടൊയോട്ടയുടെ ഇന്ത്യൻ കയറ്റുമതിയുടെ 2/3 മാരുതി സുസുക്കിയുടെ കയറ്റുമതിയുടെ 15% വരുന്നത് ഈ വിപണിയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ചൈനീസ് കമ്പനികൾക്കും പശ്ചിമേഷ്യ രണ്ടാമത്തെ വലിയ വിദേശ വിപണിയായി തന്നെ പറയപ്പെടുന്നു. 2025 ചൈന കയറ്റുമതി ചെയ്ത അതായത് 6ൽ 1 കാറുകളും സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോയത്. ദക്ഷിണ കൊറിയൻ കമ്പനികളായ ഹ്യുണ്ടായി, കിയ എന്നിവയുടെ ആകെ വിൽപ്പനയുടെ 8% ഈ മേഖലയാണ് നടത്തുന്നത്. ജാപ്പനീസ് കമ്പനിയായ ടൊയോട്ടയുടെ ഉൽപാദനത്തിൽ യുദ്ധം കാരണം 40,000 യൂണിറ്റുകളുടെ കുറവുണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ശതകോടിക്കണക്കിന് ഡോളറിന്റെ വിറ്റുവരവുള്ള ഈ വിപണിയിൽ യുദ്ധം സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ ആഗോള വാഹന വ്യവസായത്തിന്റെ അതിന്റെ ഒരു ആഘാതമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ വലിയ രീതിയിൽ ഓഹരി വിപണിയിലും ഇതുപോലെ മറ്റ് ചരക്ക് വിപണിയിലെല്ലാം തന്നെ ചരക്കുകളുമായി ബന്ധപ്പെട്ട വിപണികളിലെല്ലാം തന്നെ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നതിനിടയിൽ ഇറാൻ ഹോർമോസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണക്കപ്പലുകൾക്ക് ആവശ്യമെങ്കിൽ US നാവികസേന അകമ്പടി സേനയാകുമെന്ന അവകാശവാദത്തിൽ ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാൻ രംഗത്ത് വരുന്നത്. അവരുടെ വരവിനായി തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നതായിരുന്നു ഇറാന്റെ സൈനിക വക്താവ് കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് നൽകിയത്. US അത്തരമൊരു തീരുമാനം എടുക്കും മുൻപേ തന്നെ 1987 ആക്രമണവും അടുത്തുണ്ടായ സംഭവങ്ങളും ഓർമ്മിപ്പിക്കുന്നത് നന്നാവും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഓർക്കുന്നത് വളരെയധികം നന്നാവും എന്നതാണ് ഇറാനിയൻ സേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അകമ്പടി നൽകാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അകമ്പടിക്ക് ഇറങ്ങും മുൻപേ തന്നെ US സൂപ്പർ ടാങ്കായ ബ്രിസ്റ്റൺ ആകട്ടെ 1987 കത്തിച്ചതും അടുത്തിടെ ഞങ്ങൾ ലക്ഷ്യമിട്ട എണ്ണ ടാങ്കുകളും അമേരിക്കക്കാർ ഓർക്കുന്നത് നന്നാകും എന്നതാണ്. അതായത് ഇത്തരത്തിൽ ഓർക്കുന്നത് നന്നാകുമെന്ന് ഞങ്ങളൊരു അഭ്യർത്ഥനയായി നൽകുന്നു എന്നതാണ് ഈ വക്താവ് ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. US-മായുള്ള സംഘർഷത്തെ തുടർന്ന് ഹോർമോസ് കടലിടുക്കിലേക്കുള്ള ഗതാഗതത്തിന് ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഹോർമോസിൽ US നാവികസേന ആവശ്യമെങ്കിൽ അകമ്പടി നൽകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് US ഊർജ്ജ സെക്രട്ടറി പോലും രംഗത്ത് വന്നുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. ന്യായമായ സമയത്ത് തന്നെ അമേരിക്കൻ നാവികസേനയ്ക്ക് ഹോർമോസ് കടലിടുക്ക് വഴി വാണിജ്യ കപ്പലുകൾക്ക് സംരക്ഷണം നൽകി തുടങ്ങാൻ കഴിയും എന്നതാണ് ഇതിന് പിന്നിലെ തന്നെ വെല്ലുവിളിയായി തന്നെ ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.